സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54,61 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കേച്ചേരി പന്നിത്തടം മക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി എം.എൽ.എ. നിർവഹിച്ചു. എ.സി. മൊയ്തീൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷനായി. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് സമയബന്ധിതമായി പണം നൽകുമെന്ന് എം.എൽ.എ. പറഞ്ഞു. ചില കോൺഗ്രസുകാർ വികസനം തടസ്സപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായി ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും എം.എൽ.എ. പറഞ്ഞു. ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം എ.സി. മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. രാമകൃഷ്ണൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, എ.വി. വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ. മണി തുടങ്ങിയവർ സംസാരിച്ചു. ഏറെക്കാലമായി നാട് ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് പൂർത്തീകരണം. ഒട്ടനവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. ശ്രീ എ.സി. മൊയ്തീൻ ഓരോ ഘട്ടത്തിലും അവ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇത് പൂർത്തീകരിക്കപ്പെട്ടു. എരുമപ്പെട്ടിയിൽ ഇന്ന് രാവിലെ ഉദ്ഘാടന പരിപാടിക്ക് കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്. ഇവിടെ മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വരുന്ന എന്താണെന്ന് വിവേകമുള്ള കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ആലോചിക്കണം. എന്നോട് പലരും പറഞ്ഞത് അവർക്കൊക്കെ വരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നേതൃത്വത്തിന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ചിലർ വിലക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തത്. എന്നോട് സ്വകാര്യം പറഞ്ഞ ആളുകളുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു സമീപനമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ വ്യത്യാസത്തിന്റെ ഭാഗമായി ആശയങ്ങൾ നല്ലപോലെ ഞങ്ങൾ അങ്ങോട്ടും പറയും, നിങ്ങൾ ഇങ്ങോട്ടും പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി വികസന പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന സമീപനമാണ് ഞങ്ങൾ ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ ഇതിനോടൊക്കെ സഹകരിക്കാതെ നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്.